അപ്പോൾ ഗൈസ് നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. ഇനി പാക്ക് ചെയ്ത് നമ്മൾ നാളെ 14th ഈവനിങ് ആണ് നാട്ടിലേക്ക് വിടുന്നത്. സോ നല്ല പണിയുണ്ട്. ഇതിനകത്തുള്ള എല്ലാം എടുത്തിട്ട് അങ്ങ് മടക്കി വെക്കണം. കാരണം ഇവർക്ക് റൂം എന്തോ പരിപാടി ചെയ്യാനുണ്ട്. സോ നല്ല പണിയാണ്. അപ്പം എനിക്കിനി ആകെ ഒരു ദിവസമില്ല, അത്രേ ഉള്ളൂ. അപ്പം അതിനുള്ളിൽ നമുക്കിതെല്ലാം പാക്ക് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയാണ് എല്ലാം കൂടെ ഇടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ ഇനിയും 3 ബാഗുണ്ട്. ബട്ട് 2 ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. സോ ദർ ഇസ് ഓൺലി 1 more bag left. And I got some cartoon so I can put my other things in it. അതാണ് അവസ്ഥ ഗൈസ്. സോ ആക്ച്വലി ഇന്ന് പോകേണ്ടതായിരുന്നു, ബട്ട് എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് നമ്മൾക്ക് നാളെ കിട്ടിയിരിക്കുന്നു. ഇൻഡിഗോ എടുത്തതാണ്. നമ്മൾ മടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കുറേ തുണിയുണ്ട്, ഇനിയും ഉണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മടക്കി അങ്ങോട്ട് വെക്കണം. അങ്ങനെ സോ നമുക്ക് മടക്കി വെക്കാം ഗൈസ്. ഞാൻ ഈ കടയത്തവരൊക്കെ മടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ ഞാൻ മടക്കി കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ ഇരിക്കണം മടക്കിയ. ഇത് ഞാൻ തേക്കണം എന്ന് വിചാരിച്ചു, ബട്ട് തേക്കണോ? ഇനിയിപ്പോൾ എടുത്ത് വെക്കുമോ? അല്ലെങ്കിൽ എന്തായാലും ഇടുന്നില്ലല്ലോ. ഇടുമ്പോൾ തേച്ചാൽ മതിയായിരിക്കും അല്ലേ? ഓൾസോ ഗൈസ്, ഐ എം സ്റ്റാർട്ടിങ് മൈ ചാനൽ ഓൺ ഇൻസ്റ്റഗ്രാം. യെസ്, ഞാൻ ഫൈനലി അതിനകത്തും കൂടെ തുടങ്ങാൻ പോവാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗ് ചെയ്യാനൊക്കെ, ബട്ട് എങ്ങനെ ആൾക്കാർ പ്രതികരിക്കും എന്നറിയാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. സോ ഇനി മുതൽ നമുക്ക് ഇട്ട് നോക്കാം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മറിയുന്നതെങ്കിൽ പറയാൻ പറ്റത്തില്ല അല്ലേ? സോ എല്ലാ വഴികളും നമ്മൾ നോക്കണം, നല്ല വഴികൾ മാത്രം. ഓക്കെ, നോ മോശം വഴികളില്ല. ഓക്കെ, സോ നല്ല വഴികൾ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ ഇനി ബട്ടൺസ് വേണമെന്ന് കൊണ്ടുപോയോ? സോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഞാൻ വെർട്ടിക്കലായിട്ട് വെച്ചിട്ടും വീഡിയോ എടുക്കണം. എങ്ങനെ? നല്ല രസമാണ്. Guys, I am so excited to go home. എൻ്റെ ലില്ലി, എൻ്റെ മിക്കു, എൻ്റെ ജെറി, പിന്നെ കുഞ്ഞു, അമ്മ, ചേട്ടായി, എൻ്റെ വീട് കട്ടി. Oh my god guys, I just want to go home. ഇവിടുത്തെ ഉണക്ക ചപ്പാത്തി കഴിച്ച് ഞാൻ മടുത്തു ഗൈസ്. ആൻഡ് ഇന്നാണെങ്കിൽ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. ഇവിടെ ഒരു വൃത്തികെട്ടാന്നല്ല, എന്താ പറയുക, ഇതിൽ ടേസ്റ്റ് ഇല്ല. സോ എനിക്ക് അത്ര ഇഷ്ടമില്ല. സോ ഞാൻ ഇത്രയും തുണി മടക്കി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് കയറ്റാം. ഗൈസ്, നമ്മുടെ തുണിയെല്ലാം ഒരു ബാഗിൽ പാക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ബാഗും കൂടെ പാക്ക് ചെയ്യണം. ബിക്കോസ് എനിക്ക് ഇനിയും കുറച്ച് തുണികൾ ഇവിടെയുണ്ട്, പിന്നെ അതിനകത്തും കുറച്ചുണ്ട്. അപ്പം അതെല്ലാം കൂടെ നമുക്ക് ഈ ബാഗിലേക്ക് എടുത്തു വെക്കാം. 2 ബാഗ് ഇതാണ്ട് പാക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ കാർബോർഡിൽ എന്തായാലും വെക്കണം. എനിക്ക് സാധനം തികയത്തില്ല. നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മയും ചേട്ടനും ഉണ്ടായതുകൊണ്ട് അവരുടെ ബാഗിനകത്തും കൂടെ സാധനം വെച്ചിട്ടാണ് വന്നത്. സോ ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഒരു കാർബോർഡ് ബോക്സിനകത്ത് കൂടെ വെക്കണം. ഇപ്പം അടുത്തു. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ ടൈമായി. സോ നമുക്ക് ഒരു ചായ കുടിക്കാം മെസ്സിൽ. ഇതാണ് നമ്മുടെ ചായക്ക് കടി. ഇത് നിങ്ങൾക്കറിയില്ലേ, പാനിപ്പൂരി ആണെന്ന് തോന്നാം, ഗോൽഗപ്പയോ അങ്ങനത്തെ സാധനം. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഇന്നപ്പം പിള്ളേർ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സാധനം കിട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ തരത്തുള്ളൂ പിശുക്കന്മാർ. അപ്പോൾ അതാണ്. പിന്നെ നമ്മുടെ ചായോ ഇത് ഗൈസ്, ഞാൻ എൻ്റെ എയ്സ്റ്റേറ്റിക്ക് നോക്കിയിട്ട് ഈ കളർ നോക്കിയെടുത്തതാണ്. പിന്നെ ഇവിടെ വന്നാലുള്ള എന്താണെന്ന് വെച്ചാൽ, ഹോസ്റ്റലിലത്തെ ഫുഡിൻ്റെ കാര്യം ചെക്കുവാണെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പലതരം സാധനങ്ങൾ കിട്ടും. ഉരുളക്കിഴങ്ങ് കറിയിൽ തന്നെ ഇലകളിട്ടിട്ടും സോയാബീൻ ഇട്ടിട്ടും അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും. ഓക്കെ, എവിടെ? നിഫ്റ്റിൽ മാത്രമല്ല, എല്ലാ നോർത്തിലത്തെ സ്ഥലത്ത് പോയാലും ഉരുളക്കിഴങ്ങ് ചപ്പാത്തി ഇതൊക്കെ തന്നെയാണ്. സോ അതാണ് അവസ്ഥ. ഓക്കെ, സോ കേരളത്തിലെ പോലെ അല്ല ഇവിടെ. ഓക്കെ, ഫുൾ ടൈം നമ്മൾ ഉരുളക്കിഴങ്ങ് കഴിക്കേണ്ടി വരും.
പിന്നെ എന്താ ഉള്ളത്, ചെറുപയർ, അതൊക്കെ തന്നെ. അപ്പം ഞാൻ ഇതും കൂടെ കഴിച്ചൊന്ന് കുറച്ച് സ്റ്റാമിന വരട്ടെ ഗൈസ്. നമ്മുടെ ഈ സാധനങ്ങളും ബുക്കെല്ലാം കൂടെ കാർഡ്ബോർഡിനകത്ത് കയറ്റണം, ബിക്കോസ് ബാഗ് ഫുള്ളായി. അപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ കാർഡ്ബോർഡിനകത്ത് എടുത്ത് വെക്കാം. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇനി നാളത്തെ ദിവസം എയർപോർട്ടിലൊക്കെ പോകേണ്ട ഭാഗം അടുത്ത വീഡിയോയിൽ ഇറക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.